يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر. وقال رسول الله صلى الله عليه وسلم اتق المحارم تكن عبد الناس وارض بما قسم الله لك تكن أغنى الناس. ഒരുപാട് ബാധ്യത നിന്നിലുണ്ട് അറിയണേ, എല്ലാ ഹുക്കൂക്കും തീർത്ത് നീ മൗത്താകണേ. ആരോടും അക്രമം ചെയ്തിടാതെ നീങ്ങണേ, പുഞ്ചിരി എപ്പോഴും നിന്റെ മുഖമിൽ കാണണേ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ അഭിനന്ദരായ ഈ നാട്ടിലെ ഖത്തീബും പ്രിയങ്കരനും സൽസ്വഭാവിയുമായ അഭിനന്ദരായ അബ്ദുൽ ബാരി സാദി ഉസ്താദ് അവരുകൾ, അതുപോലെ നമ്മുടെ സദർ ഉസ്താദ് അബ്ദുൽ ഹമീദ് മദനി ഉസ്താദ് അവരുകൾ ഇന്നിവിടെ ഉപദേശവും സ്വാഗതവും ഒക്കെ നടത്തിയ മുഹമ്മദ് മുസ്തഫ സാദി ഉസ്താദ് അവരുകൾ, അതുപോലെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഖാലിദ് ഹാജി അവരുകൾ, സെക്രട്ടറി അബ്ദുൾ റഷീദ് അവരുകൾ, നോട്ടീസിൽ കാണിക്കപ്പെട്ട ഉമർ ഹാജി മൊയ്നുദ്ദീൻ അഷ്റഫ് PH ഉസ്മാൻ AH അടക്കമുള്ള നേതാക്കന്മാരെ, ഇവിടത്തെ ഉസ്താദന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഒരുമിച്ച് കൂടിയ സഹോദരന്മാർ, സഹോദരിമാർ, മതങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള പള്ളി റൗദത്തുൽ ഇൽമി, പ്രവാചകർ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പേര് നൽകപ്പെട്ട മദ്രസ, അതിന്റെ മക്കൾ, ഉസ്താദന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ എല്ലാവരും ഹബീബ് തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ ഈ ഒരുമിച്ച് കൂടൽ ഒരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സ്വലാത്തിന്റെ 25ാം വാർഷികവും പ്രഭാഷണ പരിപാടിയുമാണ്. സ്വലാത്ത് ജീവിതത്തിന്റെ ആയിരക്കണക്കിന് പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. എല്ലാ മുസീബത്തുകൾ തട്ടിയകറ്റാനും സ്വലാത്ത് കാരണമാകുന്നു. ഒരു സ്വലാത്ത് കൊണ്ട് ചുരുങ്ങിയത് 100 ലാഭം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു സ്വലാത്ത് മജ്ലിസ് കൊണ്ടല്ല, ഒരൊറ്റൊരു സ്വലാത്ത് കൊണ്ട് ചുരുങ്ങിയത് ദുനിയാവിലെയും ആഖിറത്തിലെയും വിഷയ സംബന്ധമായി 100 കണക്കിന് ലാഭം നമുക്ക് കിട്ടാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും ഹബീബ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും നബി തങ്ങളുടെ തിരുവല്യാണത്തിൽ ഒരുമിച്ച് കൂടാനും ഹബീബിന്റെ ഇഷ്ടപ്പെട്ടവരായി ഒത്തുകൂടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു തആലയാണ്. നമ്മെ പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. ഈ അല്ലാഹുവിനെ കാണാൻ സ്വർഗത്തിൽ സൗകര്യമുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ അല്ലാഹുവിനെ കാണുന്ന മഹാഭാഗ്യമുണ്ട്.
സ്വർഗത്തിൽ ഏറ്റവും വലിയ സ്വർഗം, ഏറ്റവും അനുഗ്രഹമുള്ള സ്വർഗം അള്ളാഹുവിനെ കാണുന്ന സ്വർഗമാണ്. അള്ളാഹുവിനെ കാണണം. കാണാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ നീട്ടിയിട്ട് ചോദിക്കണം അള്ളാഹുവിനെ കാണാൻ. നമുക്കിതെല്ലാം തന്ന ഒരു റബ്ബ്, ആ റബ്ബിനെ നമുക്ക് കാണണം. اللهم ارزقنا لذة النظر إلى لقاء جمال كمال وجهك الكريم. മഹാന്മാരുടെ ദുആയിലുണ്ട്, അല്ലാഹുവേ നിന്നെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ എന്ന്. വലിയ ഭാഗ്യമാണ് അല്ലാഹുവിനെ കാണുക എന്ന ഭാഗ്യം. കാണണം. നമ്മെ പടച്ച, നമുക്കെല്ലാം തന്ന അല്ലാഹുവിനെ നമുക്ക് കാണണം. ഈ ചെറിയ തോതിലുള്ള കണ്ണുകൊണ്ട് എന്തെല്ലോ കാണാൻ കഴിവുകൾ നൽകി. കഴിച്ചത് കാഷ്ടവും മൂത്രവുമായി വ്യത്യസ്ത രീതികളിൽ മാർപ്പെട്ട് എല്ലാം വേർപെട്ട് വേണ്ട രീതിയിലേക്ക് കിഡ്നികൾ, ഹാർട്ട്, ബ്രെയിൻ എല്ലാവും വേണ്ട പോലെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെയാണ് അല്ലാഹു തആല പടച്ചത്. ഈ പടച്ചതിന്റെ പിന്നാലെ ഒരു ലക്ഷ്യമുണ്ട്. ഇലൈഹി മർജിഉകും ജമീഅ. നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. അല്ലാഹുവിലേക്ക് തിരിച്ച് യാത്ര പോകേണ്ടവരാണ് നമ്മളെല്ലാവരും തിരിച്ച് യാത്ര പോകുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ടവരായിട്ട്, അല്ലാഹു നമ്മെ ഇഷ്ടപ്പെട്ടവരായിട്ട് ഈ ഭൂമി ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറയേണ്ടവരാണ്. ഇന്നലെ ഖബറും അതിനുശേഷമുള്ള ജീവിതവും വേണ്ട പോലെ വിശദീകരിച്ചു കാണും. നമ്മളുടെ അന്തിമം നന്നാകണം, നമ്മുടെ ആഖിബത്ത് നന്നാകണം. ആഖിബത്ത് നന്നായ ആളുകൾക്ക് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വ ഉള്ളവർക്കാണ് അല്ലാഹു തആല ആഖിബത്ത് നന്നാക്കുന്നത്. ജീവിതത്തിന്റെ വിജയത്തിന്റെ മാർഗം അല്ലാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹുവിന് ശുക്ർ ചെയ്യണം, ധാരാളം റബ്ബിന് ശുക്ർ ചെയ്യണം. നമ്മുടെ എല്ലാ ആചാരങ്ങളും അല്ലാഹുവിന് ശുക്ർ ചെയ്യാനുള്ളതാണ്. മുസ്ലിമിന്റെ ആചാരങ്ങളെല്ലാം റബ്ബ് തആലാക്ക് ശുക്രിനായിട്ടുള്ളതാണ്. നന്ദികേട് കാണിക്കുന്നതെല്ലാം അനാചാരമാണ്. അല്ലാഹുവിനോട് നന്ദികേട് ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അനാചാരങ്ങളാണ്. അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നതെല്ലാം നമ്മുടെ ആചാരങ്ങളാണ്. ഫർളുകളും സുന്നത്തുകളും അദബുകളും എല്ലാം നമ്മൾ കൊണ്ടു നടക്കണം. ഫർളുകൾ ഒഴിവാക്കിയിട്ട് ഒരാളും വലിയാകാൻ പോകുന്നില്ല. ഫർള് നിസ്കാരം നിസ്കരിക്കാതെ ഞാനൊരു വലിയാകുന്നു, ഔലിയ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അങ്ങനെ ഒരു വലിയാകാൻ കൊതിക്കേണ്ടതില്ല. ഞാൻ മക്കത്ത് നിസ്കരിച്ചു, മദീൻ നിസ്കരിച്ചു, ഹറമിൽ നിസ്കരിച്ചു എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കാണാം. നിസ്കരിക്കൂല. പിന്നെ ചോദിച്ചാൽ പറയും ഞാൻ ഹറമിൽ നിസ്കരിക്ക പോയിന്ന്. ഓൻ ഫുഡ് കഴിക്കുന്ന നാട്ടിൽ, ബാത്റൂമിലേക്ക് പോകുന്ന നാട്ടിൽ, പ്രഷർ ഷുഗറിന്റെ മരുന്നെല്ലാം ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുന്ന നാട്ടിൽ നിസ്കരിക്കാൻ മാത്രം മക്കത്ത് വന്നു. ഓനോട് പറയണം മക്കത്ത് ഹറമിന്റെ അടുത്ത് നല്ല 1-ാം നമ്പർ അൽബൈക്കും സുഡ്ഗാടെല്ലാം കിട്ടാണ്ട് ആടുന്നതിനെ തിന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. നിസ്കാരത്തിന് മാത്രം മക്കത്തും മദീനത്തും, തിന്നാനും കക്കൂസ് പോകാനും ബാത്റൂമിൽ പോകാനും മരുന്ന് കുടിക്കാനും ഒക്കെ നാട്ടിൽ. ഈ രൂപത്തിൽ ഫർളുകൾ ഒഴിവാക്കി നടക്കുന്ന ആളുകളോട് ഇസ്ലാം ഒരിക്കലും അവരോട് ചേരാനോ അവരുമായി അവരുടെ വിഷയങ്ങൾ കേൾക്കാനോ അവരെ പിൻപറ്റാനോ പാടുള്ളതല്ല. ബുദ്ധിയില്ലാത്ത ഒരാൾക്കും നിസ്കാരം നിർബന്ധമില്ല. ബുദ്ധി ഉണ്ടാകണം. കൃത്യമായ ഉച്ചക്ക് ബിരിയാണി നിന്നുണ്ട്, അതിന്റെ കൂടെ അച്ചാറും ചോദിക്കുന്നുണ്ട്. ബുദ്ധി ഒന്നല്ല 2 ബുദ്ധിയുണ്ട്. നിസ്കാരത്തിനാകുമ്പോൾ മാത്രം മസ്ത് നടിക്കുന്ന ആളുകൾ ഫർള് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ബുദ്ധിമുട്ടുള്ള ജീവിതം കൊടുക്കുകയാണ്. ആഖിറത്തിൽ അവനെ വ്യത്യസ്തമായ രൂപത്തിൽ അവനെ കൊണ്ടുവരപ്പെടുകയാണ്. അല്ലാഹുവിനോടുള്ള ദിക്റാണ് നിസ്കാരം, അല്ലാഹുവിനെ ഓർക്കലാണ് നിസ്കാരം. നമ്മെ പഠിച്ചു പരിപാലിക്കുന്ന അല്ലാഹു
ആ അള്ളാഹുവിനെ പൂർണ്ണമായി ശുക്ർ ചെയ്യുന്നവരാകണം നമ്മളെല്ലാവരും. എല്ലാ ഫർളുകളും പൂർണ്ണമായി വീട്ടുന്നവരാകണം. ഫർള് വീട്ടാത്ത ഒരാളും മുസ്ലിമാകാൻ പോകുന്നില്ല. നമ്മളിൽ നിർബന്ധമായ നോമ്പുകൾ, നിസ്കാരങ്ങളെല്ലാം ഇത് ചെയ്തിട്ടേ നമുക്കെല്ലാം അനുവദനീയമാകുന്നുള്ളൂ. ഫർള് നിസ്കാരം ബാക്കി വെച്ച് ക്രിക്കറ്റിന്റെ പിന്നാലെ പോകുമ്പോ, ഫർള് നിസ്കാരം ബാക്കി വെച്ച് ഫുട്ബോളിന് പിന്നാലെ പോകുമ്പോ, ഫർള് നിസ്കാരം ബാക്കി വെച്ചിട്ട് സോഷ്യൽ വർക്കിന്റെ പിന്നാലെ പോകുമ്പോ, ഫർള് നിസ്കാരം ബാക്കി വെച്ചിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിയുമായി സംബന്ധപ്പെട്ട് ഹിദമത്തിനിറങ്ങുമ്പോ, രാഷ്ട്രീയ പ്രവർത്തനം നടക്കാൻ ഇറങ്ങുമ്പോ, ഫർള് നിസ്കാരം ബാക്കി വെച്ചിട്ട് നീ എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലാഹു അതൊന്നും പൊരുത്തപ്പെടുന്നില്ല. അല്ലാഹുവിന് ഇഷ്ടം വേണോ? അല്ലാഹുവിന് നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടണോ? ഫർളുകൾ ഒഴിവാക്കിയിട്ടല്ലാതെ, ഫർളുകൾ നമ്മളിൽ നിന്ന് വീട്ടിയിട്ടല്ലാതെ ഒരാളും റബ്ബിലേക്ക് എടുക്കാൻ പോകുന്നില്ല. അല്ലാഹു നിർബന്ധമാക്കിയതെല്ലാം റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ നബിയ്യാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ റബ്ബായിട്ട്, ഇസ്ലാമിനെ ദീനായിട്ട്, പ്രവാചക പ്രഭുവിനെ നബിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, പറയുന്നു എന്നല്ല, ഞാൻ പൊരുത്തപ്പെടുന്നു എന്നാണ്. പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ചതെല്ലാം ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളെല്ലാം ഇഷ്ടമാണ്, അല്ലാഹു കൈവടിയാൻ പറഞ്ഞതിനോടെല്ലാം വെറുപ്പാണ്. ഫർളുകൾ അവനിഷ്ടമാണ്, സുന്നത്തുകൾ അവനിഷ്ടമാണ്, ഹറാമുകൾ അവന് വെറുപ്പാണ്, കറാഹത്തുകൾ അവനിക്ക് വെറുപ്പാണ്, സുന്നത്തുകൾ അവന്റെ ജീവിതത്തിൽ ഇഷ്ടമാണ്. ഇങ്ങനെ ജീവിക്കുന്നവരാരോ അവരാണ് മുത്തഖീങ്ങൾ, അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടവർ. അല്ലാഹുവിനെ പൊരുത്തപ്പെട്ടവരാരോ അവർ അല്ലാഹു പൊരുത്തപ്പെട്ടവരാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടവനല്ലാതെ ഒരാൾക്കും അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെടാൻ കഴിയില്ല. ഒരാൾക്കും ഫർളിനോട് ഇഷ്ടം വരൂല, ഒരാൾക്കും സുന്നത്തിനോട് ഇഷ്ടം വരൂല. നിസ്കാരത്തോട് ഇഷ്ടമാണോ? നോമ്പിനോട് ഇഷ്ടമാണോ? ഹജ്ജിനോട് ഇഷ്ടമാണോ? ഉംറയോട് ഇഷ്ടമാണോ? പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നത് ഇഷ്ടമാണോ? വയലു കേൾക്കുന്നത് ഇഷ്ടമാണോ? ടിക്ടോക്കിൽ സമയം കളയുന്നത് ഇഷ്ടമല്ലയോ? പബ്ജി കളിക്കാൻ ഇഷ്ടമല്ല, ഫുട്ബോളുകൾക്ക് പിന്നാലെ പോകാൻ താല്പര്യമില്ല, ബെറ്റിംഗ് നടത്താൻ അവർക്ക് ഇഷ്ടമല്ല. അതുപോലെ കല്യാണത്തിന്റെ പേരിൽ താളത്തിന് പോയി ആക്രമിക്കുന്നത് അവന് ഇഷ്ടമല്ല, കല്യാണത്തിന്റെ മൊയിലാഞ്ചിയുടെ പേരിൽ തുള്ളിച്ചാടുന്നത് ഇഷ്ടമല്ല, കളിയാക്കി ചിരിക്കുന്നത് ഇഷ്ടമല്ല, കളവ് പറയുന്നത് ഇഷ്ടമല്ല, കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ അല്ലാഹു വെറുത്തതിൽ ഒന്നിലും ഇഷ്ടമില്ല. അല്ലാഹു പൊരുത്തപ്പെടുന്നതിലല്ല അവൻ ഇഷ്ടമാണ്. എന്നാൽ അവൻ അല്ലാഹു പൊരുത്തപ്പെട്ടവരാവുകയാണ്. അവൻ അല്ലാഹുവിനെ അവൻ പൊരുത്തപ്പെട്ടവനും അല്ലാഹു അവനെ പൊരുത്തപ്പെട്ടവനുമാവുകയാണ്. നമ്മുടെ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടമാണ്. നമ്മുടെ വെറുപ്പ് റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളതെല്ലാം നമുക്ക് വെറുപ്പാണ്. കുറച്ച് മോണിറ്റർക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ ഇതിന്റെ ആളടെ ഇല്ലേ? അത് ലൈവിന്റെ ആളല്ലേ? അപ്പുറത്തേണ്ട കുറച്ച് മോണിറ്റർക്ക് സദസ്സിലേക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട. അപ്പൊ ഇന്നലെ കുറച്ച് പോയടുത്തൊരു മൈക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് കുറച്ച് ശബ്ദമൊക്കെ പോയി. അൽഹംദുലില്ലാഹ് ഇതിന് കൂട്ടിയാൽ മതി. സദസ്സിന് എന്ത് പ്രോബ്ലം ഉണ്ടോ? ബുദ്ധിമുട്ടാണോ? ഇല്ലല്ലേ? കറക്റ്റ് ഉണ്ടല്ലേ? മതിയല്ലേ? പഠിച്ചോനെ അർത്ഥാവില്ലേ? ആന്നല്ലേ? അർത്ഥാവണം, ഇല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ട് കുറയില്ലല്ലേ? ഞാൻ എന്തെങ്കിലും വൃത്തിയാക്കിയിട്ട് പോയി നിങ്ങൾ എന്തെങ്കിലും അർത്ഥം വെച്ചത് നാളെ ഗുൽമാലാവതല്ല. അർത്ഥം ഇല്ലെങ്കിൽ കേൾക്കണോ? പ്രശ്നമില്ല. എല്ലാ ഭാഷ അറിയുന്നല്ലേ, എങ്ങനെ വേണം നടക്കുന്നത്. നക്കണിക്കുവാന്ന്, അപ്പുറം മലയാളം, തുളുവാന്ന്, കന്നഡന്ന്, എല്ലാം പ്രശ്നം എന്തില്ല. അർത്ഥം ഇല്ലെങ്കിൽ ചെല്ലണം അല്ലേ? എല്ലാം അപ്പുറം ഇപ്പുറം. ഞാനൊരു ഫംഗ്ഷനൊക്കെ പോയി ഒരു സ്ഥലത്തേക്ക്. ചോറ് വയ്ക്കുമ്പോ അടുത്ത ഉസ്താദ് എന്നോട് പറഞ്ഞു, ഉസ്താദെ പള്ളർച്ച് കഴിച്ചോളി, പരിപാടി തീരുന്നത് വരെ കുത്തിരിക്കണ്ടേ. എങ്ങനെ പള്ളർച്ച് കഴിച്ചോളി?
വയറ് നിറോട് തിന്നോറൂന്ന് അല്ലേ? പരിപാടി തീരുന്നത് വരെ കുത്തിരിക്കണ്ടേന്ന്. അവിടെ നമ്മളെ നാട്ടിലെ ഇവിടെ കുത്തിരിക്കലല്ലേ എന്ത് ഇല്ല, കുത്തിരിക്കുന്ന ബാത്റൂമിലെല്ലാം പോയി കുത്തിരിക്കൽ അല്ലേ? ആ മലപ്പുറത്ത് കുത്തിരിക്കൽ തന്നെ എന്താണ്? എൻ്റെ ഒരു സുഹൃത്ത് ഒരു മലപ്പുറത്തെ ഒരു ഉസ്താദ് പറഞ്ഞതാണ് കുത്തിരിക്കൽ തന്നെ. അവിടെ പരിപാടി കഴിയുന്നവരെ നിൽക്കണ്ടേ അതിന്റെ അർത്ഥം. അതിന് കുത്തിരിക്കുന്നില്ല. ഇനി അപ്പുറം ഇപ്പുറം കേട്ടിട്ട് മിഷ്ടിക്കാൻ കാലം വയല് കേട്ടിട്ട് യാറവരോടെ ആകാലം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഭാഷയും നല്ല തന്നെയാണ്. നമ്മൾ ഒരു ഭാഷക്കാരെയും കളിയാക്കാൻ പാടില്ല അല്ലേ? വ്യാരി ഭാഷ, മലാമ, കാസർഗോഡ്, ഒരു ഭാഷയും കളിയാക്കാൻ പാടില്ല. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഒരു ഭാഷയും മോശമല്ല. പ്രത്യേകം ബഹുമാനമുള്ളത് അറബിയാണ്. അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ ഖുർആൻ അറബിയാണ്. അറബിക്ക് മാത്രം മഹത്വമുണ്ട്. മറ്റെല്ലാ ഭാഷയും ഒരു ഭാഷയും ഒന്നും ഒന്നിനേക്കാളും വലുതല്ല, ചെറുതല്ല. നല്ല എല്ലാ ഭാഷയും നല്ലതാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നല്ലത് പറയാനും നല്ലതനുസരിക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിലെമ്പാടും നന്മകൾ ധാരാളം ചെയ്യണം. നല്ല ഇഷ്ടം കൊണ്ട് ചെയ്യണം. മനസ്സ് റാഹത്തോടെ ചെയ്യണം. നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ റാഹത്തോടെ ചെയ്യണം. ചില ബാലക്കാരനുണ്ട് നിസ്കാര തീരോ അല്ലെ, ഇമാം അത്തഹിയ്യാത്തിൽ ഇരിക്കാൻ വേണ്ടി കാത്തിട്ട് അവസാനം വന്നിട്ട് ഇരുന്നിട്ട് നിസ്കരിക്കുന്നു. അങ്ങോട്ട് കേട്ടെങ്കിൽ ഉസ്താദ് ടൈമുള്ള പിന്നെ ചമ്മ കഷ്ടമില്ല. എന്തേ ലാസ്റ്റ് അത്തഹിയ്യാത്തിൽ വന്നെങ്കിൽ ഇമാം അപ്പം സലാം വിട്ടു. ഇമാം ജമാഅത്ത് കിട്ടിട്ട് പിന്നെ വേഗം പോയിട്ട് റുക്കു സുജൂദ് സ്പീഡ് ആക്കിയിട്ട് ഇമാമിന്റെ ദുആ തീർന്നു ഞങ്ങൾക്ക് സലാം വീട്ടിട്ട് ടൈമുള്ള നോക്കൂ. എന്ത് ഐഡിയ! പാലക്കാർക്കെല്ലാം പുതിയ ഐഡിയ. ഇപ്പൊ നല്ല ഐഡിയ. ജുമുഅക്ക് വന്ന് രണ്ട് പാലക്കാർ മക്ക ജുമുഅ നിസ്കരിച്ചപ്പോ റായത്തങ്ങ് കേട്ടാറില്ല. അല്ല നിങ്ങക്ക് ജുമുഅ കിട്ടി ഒല്ലുവാക്കിയിട്ടില്ലേ? ഓണും ചൊന്ന ഒല്ലുവാക്കാണ്ട് നാ ചൊന്ന ഒല്ലുവാക്കി ഇമാം സലാം വീട്ടില് ഇപ്പൊ ഒല്ലുവാക്കി അവലെ ಬೇಗ ಬಾ ನಂಗೆ ಜುಮಾತು ಕೂಡ ಒಲ್ಲು പിന്നെ നിങ്ങൾ ആക്കാൻ സീത ಬಂದದು ജുമുഅ കിട്ടിട്ട് ഓണു ചൊന്ന പോലെ ഒല്ലുവാക്കിനെ നമുക്ക് ജുമുഅ കിട്ടല ಅಂತ നമ്മൾ ഒല്ലുവാക്കിയിട്ടില്ല. അങ്ങനെ അത്ര നല്ല ബാലക്കാർ ഇപ്പറ ഉർദിയെന്ന് നമുക്ക് വന്നിട്ട് ഒരു പഞ്ചാധികാരോട് പോയിട്ടുണ്ടല്ലേ, അബ്ബ കേക്കില്ലേ, അബ്ബയുടെ ക്യാറാക്കില്ല, അബ്ബയുടെ വൽക്ക വരില്ല. ഇന്നങ്ങനെയാണ് ചില മക്കളെല്ലാം. പ്രിയപ്പെട്ട ഉമ്മ ഉർദി വന്നിട്ട് മനുഷ്യന്മാർക്കല്ല ഈ വയസ്സായ അബ്ബരാറുക വേണ്ട, റിജക്റ്റഡ് വേസ്റ്റ് സാമാണ് പോലെ. ഒരു പഞ്ചാധികാര കാലത്തിൽ കേട്ടപ്പോ ഒരു ബാലക്കാര ചെന്ന് ഉസ്താദ് നബി തങ്ങളട്ടെ കേട്ടിട്ടില്ലേ, ആരട്ടെ നമുക്ക് ബാധ്യതയുള്ള ആരട്ട നബി തങ്ങ ചൊന്തു ഉമ്മ 2 വട്ട ഉമ്മ 3 വട്ട ഉമ്മ 4ാമത്തെ വട്ടൻ മനസ്സില്ലാണ്ട് നബി തങ്ങ അബ്ബട് ചൊന്നര്. അത്രമേ ബേജാറ് അവിടെ വേണ്ടാണ്ട് ചൊന്നര്. നാരി ഒരു ബാലക്കാര ചെന്ന് വാലല്ല ഇന്നെല്ലാം വാല് കേട്ടിട്ട് ബാലക്കാർ ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ഡിബടിച്ചിട്ട് വാല് പറയുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. നല്ല സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ എല്ലാം ചെയ്യേണ്ടത് മനസ്സിന് സന്തോഷത്തോടെ നല്ല മനസ്സമാധാനത്തോടെ നിസ്കാരത്തിൽ എല്ലാം മറന്നുകൊണ്ട് അല്ലാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള നിസ്കാരം. നോമ്പോ വയറ് പട്ടിണിയിരുന്നിട്ട് പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ റമളാനാണ് വരാൻ പോകുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഇവിടെ ഉസ്താദ് പറഞ്ഞുവല്ലോ, ഇത് അല്ലാഹുവിന്റെ മാസമെന്നും അടുത്തു വരാൻ പോകുന്നത് നബി തങ്ങളുടെ മാസമാണെന്നും റമളാൻ എന്റെ ഉമ്മത്തികളുടെ മാസമാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ വിചാരിച്ചത് ഉമ്മത്തികൾക്ക് ധാരാളം ഫ്രൂട്ട്സ് തിന്നാനും ബിരിയാണി തിന്നാനുള്ള മാസം എന്നല്ല. ഉമ്മത്തികൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. റമളാനിന്റെ രാപ്പകലുകൾ ടൗണുകളിൽ പർച്ചേസിനിറങ്ങാനുള്ളതല്ല. രാവിലെ പോകുമ്പോ ഒരു കുപ്പിയിൽ വെള്ളവും കാരക്കയും കൊണ്ട് പർച്ചേസിന് പോകുന്നവർ, പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നവർ ഡ്രസ്സ് വാങ്ങണ്ടാനല്ല, ധരിക്കണ്ടാനല്ല. പുണ്യമാക്കപ്പെട്ട റമളാൻ മാസമില്ലയോ, റഹ്മത്തിന്റെ മലക്കുകളുടെ ദുആയുള്ള മാസമില്ലയോ, അത് ചുറ്റിക്കറങ്ങാനുള്ളതല്ല. റമളാൻ പർച്ചേസിനുള്ളതല്ല, ഇരുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാ ടെൻഷനിന് പരിഹാരമാണ്.
ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ്, കടം തീരാനുള്ള പരിഹാരമാണ്, മക്കളുണ്ടാകാനുള്ള പരിഹാരമാണ്, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള പരിഹാരമാണ്. ധാരാളം എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. വയസ്സുള്ള ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, ധാരാളം ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലോ അസ്തഗ്ഫിറുല്ലാഹൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ അവർ സന്തോഷവാന്മാരായി മരിക്കുകയാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ നല്ല മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യണം. എല്ലാ നന്മകളും ചെയ്യുന്നവരാകണം, നന്മ പ്രവർത്തിക്കാൻ കൽപ്പിക്കുന്നവരുമാകണം. എല്ലാ ആചാരമെന്ത് അനാചാരമെന്ത് ഇത് പറയാൻ നമ്മൾ മടിച്ചു പോകരുത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്. മുഅ്മിനീങ്ങൾ പരസ്പരം സഹായികളാണ്. മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പരസ്പരം സഹായിക്കേണ്ടവരാണ്. പറഞ്ഞു പറഞ്ഞു ഖുർആൻ വളരെ നീട്ടിപ്പരത്തിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നന്മയിൽ ആളുകളെ സഹായിക്കേണ്ടവരാണ്, തിന്മയിൽ നിന്ന് ആളുകളെ വിട്ടു നിർത്തേണ്ടവരാണ്. ആളുകളോട് നന്മ പറയണം, ആചാരം പറഞ്ഞു കൊടുക്കണം. ഏതൊന്നിലും മുസൽമാൻ ആചാരമുണ്ട്. രാത്രി കടന്നുറങ്ങുമ്പോൾ എങ്ങനെ കിടക്കണമെന്ന് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ഇത് ചൊല്ലിയിട്ട് ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ട് മുഅവ്വിദതൈനി ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇതെല്ലാം ഓതിയിട്ട് കയ്യിൽ ഓതിയിട്ട് കാല് വരെ തടവിയിട്ട് ഒരാൾ കടന്നുറങ്ങാൻ പോകുമ്പോ നബി തങ്ങൾ പറയുകയാ, ശൈത്താൻ ഇബ്ലീസ് അവന്റെ അടുത്ത് വന്നിട്ട് അവനോട് പറയുന്നു, നമ്പി ഗൈരി ദിക്രില്ലാഹ് വഖും ബിഗൈരി ദിക്രില്ലാഹ്. മലക്ക് അവനോട് പറയുന്നുണ്ട്, നമ്പി ദിക്രില്ലാഹ് വഖും ബിദിക്രില്ലാഹ്. ദിക്ർ ചൊല്ലിയിട്ടിറങ്ങണേ മുഅ്മിനേ, ദിക്ർ ചൊല്ലിയിട്ട് ഉറക്കിൽ നിന്ന് ഉണരണേ. അല്ലാഹുവിന്റെ മലക്ക് പറയുകയാണ്. അപ്പോഴോ ശൈത്താൻ പറയുന്നുണ്ട്, നമ്പി ഗൈരി ദിക്രില്ലാഹ് വഖും ബിഗൈരി ദിക്രില്ലാഹ്. ദിക്ർ ചൊല്ലാതെ കിടക്കണം, ദിക്ർ ചൊല്ലാതെ ഉറക്കിൽ നിന്നുണരണം. നമ്മൾ നന്മയുടെ ആളോ അല്ലാഹുവിന്റെ ആളോ മലക്കിന്റെ ആളോ രാത്രി കിടക്കുമ്പോൾ കുറച്ച് ദിക്റുകൾ ചൊല്ലുന്നവരാണ്. എന്നാൽ നമ്മൾ അല്ലാഹുവിന്റെ ആളുകളാണ്, ദിക്റുകൾ ചൊല്ലാറില്ല. ടിക്ടോക്ക് കണ്ട് 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 സിനിമകൾ കണ്ട് സീരിയലുകൾ കണ്ട് കോമഡി ഷോകൾ കണ്ട് ഇത് കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഉറക്കമാണോ നമ്മുടെ ഉറക്ക്? എത്രയെത്ര ആളുകൾ കിടന്ന കിടപ്പിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എത്രയെത്ര ആളുകൾ കിടന്ന കിടപ്പിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയവരില്ലയോ? കിടന്ന കിടപ്പ് ചിലപ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ റബ്ബിനോട് എന്ത് മറുപടി പറയാനാണ്? ഉസ്താദ് നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദന്മാർ എല്ലാവർക്കും അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാഹ്. ഇതാണ് നല്ലതാണ് ഉസ്താദന്മാരെല്ലാം ബഹുമാനിക്കാൻ. ബഹുമാനം എപ്പോഴും നല്ലതാണ്. നാട്ടിലുള്ള ഉസ്താദന്മാരോ പുറത്തുള്ള ആളുകളോ ആരെയും നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനം കുറച്ച് കാണാൻ പാടില്ല. ഒരു ചക്കം വിളിച്ചു മുക്കരിക്കാനിട ഒരു കിടാവ് ചെന്നത് ഉസ്താദ് അസ്സലാമു അലൈക്കും. ഈ ഭാഗത്തിലും മംഗലാരം ഭാഗത്തിലുണ്ട്, വീടുണ്ടെന്നറിയില്ല. ഒരു ഉസ്താദ് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ മക്കളെ? ഉണ്ട്. അതാ ഉസ്താദ് അസ്സലാമു അലൈക്കും, അങ്ങനെ നല്ല സലാം പറയണ്ടേ ഇതുമായിട്ട്. അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുക്കുന്നു, എന്തല്ല അതിൽ ഉസ്താദ് അല്ലല്ല, പിന്നെ അതിൽ മുക്കുരിക്കല. എങ്ങനെ
മുക്രിക്കാന്ന് വിളി ഉസ്താദ് ബാപ്പ പറഞ്ഞു കൊടുക്കണം, ഉസ്താദ് എന്ന് വിളിക്കാൻ, ബഹുമാനിക്കാൻ. ഇത് ഉപ്പ പഠിപ്പിച്ചു കൊടുക്കുന്ന അയാൾ ഉസ്തല്ല, അയാൾ മുക്കുറിക്കല. അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ. മുക്രിക്കാട് ഒരു മുക്രിക്ക, എന്റെ കണ്ണ് കാണുന്നില്ല, ബല കാണുന്നില്ല, എന്ത് എപ്പം ചൊല്ലണ ഔദുൽ കാണില്ലേ കാട്ട കാട്ട നിന്റെ കൈ എന്താ പൊളിഞ്ഞൊരു കാട്ട കണ്ണ് അങ്ങനെ പറക്കിങ്ങനെ ആവാല. നല്ലതാണ്, ബറക്കത്താണ്. മുക്കരിക്ക എന്ത് ചൊല്ലി തന്നിട്ടില്ല, ഞാൻ കുർത്തന്നില്ല മുക്കരിക്കാര്. ഇതിന് പോയപ്പോ നിങ്ങൾ ഉസ്താദിട്ട് ഒന്ന് ചെന്നുരാറാ നേരിട്ട് അയാളെ പേടിപ്പിക്കാൻ നിൽക്കാണ്ട്. അള്ളാഹു അനുഗ്രഹിക്കണേ റഹ്മാനെ, ബഹുമാനിക്കണം. ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. പള്ളിയിലെ മുഅദ്ദിൻമാർ അള്ളാഹുവിന്റെ ലിഖാഇന് വേണ്ടി അവർ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ ഈ വിളിക്കുന്ന വിളിയേക്കാളും ഈ വഅദല്ല വലുത്. നിങ്ങളുടെ നിസ്കാരത്തിന് വേണ്ടി ഹയ്യ അലസ് സലാഹ് ഹയ്യ അലൽ ഫലാഹ് ഇത് വിളിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല വിളിയാളന്മാർ. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. രാത്രി കടന്നുറങ്ങുമ്പോ ദിക്ർ ചൊല്ലിയിട്ട് wudu ചെയ്തിട്ട് കടന്നുറങ്ങലാണ്. ബൊബ്ബേട്ടേക്ക് പോകുമ്പോ കാറിൽ പിടിച്ച പോയി അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. രാത്രി കടന്നുറങ്ങുമ്പോ നല്ലവണ്ണം ദിക്റുകൾ ചൊല്ലുന്നവരാകണം, wuduയോടെ കടന്നുറങ്ങണം. രാത്രി wuduയോടെ കടന്നുറങ്ങിയത് 7-8 മണിക്കൂർ ഒരു സാമാന്യ ഹബീബ് തങ്ങളുടെ ഫുഡ്. പിന്നെ ചിലപ്പോ രാത്രി കടന്നുറങ്ങുമ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കുമായിരുന്നു ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നാൽ മുസ്ലിമായ മനുഷ്യൻ നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, വീട്ടിലേക്ക് ഗസ്റ്റ് വന്നാൽ കൊടുക്കേണ്ടത് എന്താണ്? ആദ്യം അവനിക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഗസ്റ്റൊക്കെ വന്നാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ കുടിക്കാൻ? ചില പെണ്ണുങ്ങൾ കൊടുക്കല, എല്ലാം കേൾക്കൂ. നിന്റെ മൂത്തോണുള്ള ഓന്റെ അപ്പമുള്ള ഓന്റെ എല്ലാം ലണ്ടനിലുള്ള അവള് ബന്ധമുള്ള എല്ലാം കൈന്റെ അരകണ്ട പഞ്ചാതികളിലാക്കിയിട്ട് മങ്ങില്ല നോക്കാം. പെണ്ണ് ചന്തമുള്ള ആളല്ല നോക്കാം, വാട്സാപ്പിലെ ഫോട്ടോ കാട്ടു നോക്കാം. എല്ലായിട്ട് ലാസ്റ്റ് പോയിട്ട് ഗേറ്റോടെ എത്തുമ്പോ ഇതല്ല നിക്ക് സർബത്ത് വേണ്ടേ, നിക്ക് നന്ന് മങ്ങലത്ത് വരല്ലേ, സർബത്താക്കട്ട വേണ്ട വേണ്ട ആവോ ആവോ ആവോ. അരകണ്ട പഞ്ചാതിക തൊണ്ട ഉണങ്ങിയിട്ട് എന്തില്ല പഞ്ചാതികാക്കിട്ട് കുടിക്കോ കൊടുത്തു. അങ്ങനെയല്ല, ഗസ്റ്റുകൾക്ക് ആദ്യം വന്നാൽ കുടിക്കാൻ കൊടുക്കണം. അതാണ് സമ്പ്രദായം. നമ്മുടെ കുടുംബങ്ങൾ വരുമ്പോ നമ്മൾ അവർക്ക് കുടിക്കാൻ കൊടുക്കണം. നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, കുടിക്കാൻ എന്ത് കൊടുക്കണം? റസൂലുള്ള പറഞ്ഞു, അല്ലബനു വത്തംറു, കൊടുക്കാൻ ഏറ്റവും നല്ലത് പാലാണ്. പാലും ഈത്തപ്പഴവുമാണ്, കാരക്കയാണ് ഏറ്റവും നല്ലത്. ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് പാലും ഈത്തപ്പഴവുമാണ്. അല്ലേ? ചില ആൾ കേൾക്കുന്ന അവക്കളുക്ക് എന്ത് പാല് വെച്ചാക്കരുന്ന്, പിന്നെ എന്ത് കള്ള് വെച്ചാക്കാൻ പറ്റുമോ? പൊരയിൽ പാലല്ലാതെ മറ്റൊന്ന് ചൂടാക്കാനാണ്. ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം അതിന്റെ കൂടെ നല്ലതാണ്. അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈത്തപ്പഴവും കക്കരിക്കയും ഒന്നിച്ചു കഴിക്കൽ നല്ലതാണ്. ഈത്തപ്പഴവും കക്കരിക്ക എന്താണ്? കെക്കൊരിങ്ങ കെക്കൊരിക്കയും ഈത്തപ്പഴവും നല്ലതാണ്. കഫം കലങ്ങിപ്പോകാൻ, ബ്ലഡ് ശരിയായിട്ട് സഞ്ചാരം നടത്താൻ നല്ലതാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ ജീവിതത്തിൽ കഴിച്ചിട്ട് ആരോഗ്യവാന്മാരാകണം. രാത്രിയുടെ ഭക്ഷണം മഗ്‌രിബിന് മുമ്പ്, അതല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇശാ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ. അത് ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ആഫിയത്തിന് നല്ലതാണ്. സല്ലല്ലാഹു അലൈഹി നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യം ചോദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരോഗ്യമുള്ള ആള് അല്ലാഹുവിന് ഇഷ്ടമാണ്. ധാരാളം വെള്ളം കുടിക്കണം. 2 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം കുടിക്കുന്നവരാകണം. വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ്, ആമാശയത്തിന് നല്ലതാണ്. മുസ്ലിം ധാരാളം വെള്ളം കുടിക്കണം. കുടിക്കുന്ന വെള്ളം ഇരുന്നു കൊണ്ട് കുടിക്കണം.